ഹായ് നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം +1 അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇന്ന് ക്ലിയർ ചെയ്യാം, ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തേക്കാം. SSLC പാസ്സായ ആൾക്കാർക്ക് +1 അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? ഒന്ന്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, SSLC രജിസ്ട്രേഷൻ നമ്പർ, ആധാർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഒരു മൊബൈൽ. ഇതാണ് ഡോക്യുമെൻ്റായിട്ട് മെയിനായിട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കാസ്റ്റ് വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിൽ ചിലപ്പോൾ കാസ്റ്റ് ലഭ്യം അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്ന മാർക്ക് ലിസ്റ്റിൽ കൃത്യമായും കാസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയറായി. ഇനി SSLC സിലബസ് കേരള സിലബസ് അല്ല എങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ OEC വിഭാഗത്തിലോ അതിൽ പിന്നെ SC/ST വിഭാഗത്തിലോ ആണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു വെക്കണം. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടതെന്നുള്ളത് മുന്നേ ചെയ്ത വീഡിയോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഞാനൊരു കാര്യം ചെയ്യാം, അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട്. പിന്നെ ജനറൽ കാസ്റ്റിന് വരുന്ന ആൾക്കാരിൽ വാർഷിക വരുമാനം 4 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? EW സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം 4 ലക്ഷത്തിന് താഴെയാണെങ്കിൽ EW സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിൻ്റെ ഫോർമാറ്റും അക്ഷയയിൽ കിട്ടും. അത് വാങ്ങി ഫില്ല് ചെയ്ത് എത്രയും വേഗം വില്ലേജ് ഓഫീസിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ EW സർട്ടിഫിക്കറ്റും ആയി. പിന്നെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ, നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ നിർബന്ധമായും സ്കൂളുകളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ SSLC പഠിച്ച സ്കൂളിൽ +1 +2 ഉണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ അവിടുത്തെ സ്കൂളിൻ്റെ പേരും കോഡും കൂടി ഒന്ന് നോട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾക്ക് അതൊരു ഗ്രേസ് മാർക്ക് കിട്ടാനൊരു അവസരമാണ്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം, ഇഷ്ടമുള്ള സ്കൂൾ, ഈ രൂപത്തിൽ ഫസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ എല്ലാ വിഷയം കൊടുക്കണോ, അതിൽ പിന്നെ ആദ്യം ഒരു വിഷയം കൊടുത്താൽ മതിയോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ള 1, 2, 3 ഇങ്ങനെ രൂപത്തിൽ സ്കൂളുകൾ സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആദ്യത്തെ വിഷയം ഏതാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇംഗ്ലീഷ് വിഷയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇരിക്കൂർ സ്കൂൾ, നായാട്ടുപാറ, ശ്രീകണ്ഠാപുരം, അങ്ങനെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള സ്കൂളിലോ എടയന്നൂർ, വാരം തുടങ്ങിയ ഓരോ സ്കൂളുകളുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏറ്റവും അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന സ്കൂളുകളിൽ പേരുകൾ നോട്ട് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു വിഷയം എടുക്കുക. അങ്ങനെ ആദ്യം സയൻസ് എന്നുള്ള ഇത്രയും സ്കൂളുകളിൽ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത കൊമേഴ്സ്, അത്രയും സ്കൂൾ തന്നെ. പിന്നെ രണ്ടാമതായിട്ട് കൊമേഴ്സ് കൊടുക്കുക, പിന്നെ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ഓക്കെ, ഈ രൂപത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതാണൊരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വില്ലേജ്, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങൾ താമസിക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, താലൂക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്നിട്ട് ഒരു ഗ്രേസ് മാർക്ക് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു രൂപത്തിലും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ താലൂക്ക് പഞ്ചായത്തിൽ വരുന്ന സ്കൂളുകൾ, നിങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന സ്കൂളുകളുടെ എല്ലാ വിഷയങ്ങളും ഫസ്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കൂളിൽ ഫസ്റ്റ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ, അല്ല വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ഈ CBSE ICSE വിഭാഗങ്ങൾക്ക് പഠിച്ച കുട്ടികളെ, കേരള സിലബസ് അല്ലാത്ത കുട്ടികൾ എന്തായാലും അവരെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളാണ്. നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ അംഗത്വം ഉണ്ടെങ്കിൽ, മാത്സ്, സയൻസ് ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, ഫിലാറ്റൽ ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ടാവും. സോഷ്യൽ സയൻസ്, അങ്ങനത്തെ ഒരുപാട് ക്ലബ്ബുകളുണ്ടാവും. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നീന്തൽ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെക്കുക. പിന്നെ മറ്റൊന്നാണ് യൂത്ത് ഫെസ്റ്റിവൽ, യുവജനോത്സവത്തിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അത് ജില്ലാതലത്തിലോ സ്റ്റേറ്റ് ലെവലിലോ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൂടി കളക്ട് ചെയ്യുക. ഭിന്നശേഷിക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ്, ഡിഫറൻ്റ് ഏബിൾഡ് സ്റ്റുഡൻസ്, അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൂടി കയ്യിൽ കരുതണം. കാരണം അവർക്കും ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. അതിൽ UDID കാർഡായാലും മതി. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ UDID കാർഡ്, ഇത് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കയ്യിൽ കരുതുക. മറ്റൊന്ന്, നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇന്ന് തന്നെ ഷെയർ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, ഇന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ 25
5/2026 ഇന്നത്തെ ഡേറ്റ് ആണ്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ സൈറ്റ് റെഡിയാണ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അക്ഷയ കേന്ദ്രത്തിലെത്തി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോണസ് പോയിന്റ് കൂടി ഇതിൽ പറയുന്നു. നിങ്ങളെല്ലാവരും 15 വയസ്സ് പൂർത്തിയായ ആൾക്കാരായിരിക്കും. ഓക്കെ, ഇനി സ്പെഷ്യലായി കയറിയ ആൾക്കാർ 15 വയസ്സ് ശേഷം ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസമായിട്ട് പൂർത്തിയാകുന്ന ആൾക്കാരും ഉണ്ടാവും. 15 വയസ്സ് പൂർത്തിയായാൽ നിർബന്ധമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ടാവണം. ആ കാര്യം വിട്ടു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളും ഇതോടൊപ്പം തന്നെ ഉറപ്പുവരുത്തുക. അക്ഷയ സെൻറ്ററിലേക്ക് വന്നാൽ ഉള്ള ഒരു ഉപകാരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം പറയാറുണ്ട്, അക്ഷയയിൽ വന്നാൽ ഒന്നല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ കാര്യം തന്നെ പറയാം. ഒന്ന്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് എടുക്കുമ്പോൾ കാസ്റ്റ് അടക്കമുള്ള മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് എടുക്കാം കേരള സിലബസ് ആണെങ്കിൽ. 2, നിങ്ങളുടെ CBSE ICSE വിഭാഗങ്ങളിലൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. 3, ജനറൽ കാറ്റഗറി 4 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം കുടുംബ വരുമാനം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് EWSന്റെ ഫോം ഇവിടെ ലഭ്യമാണ്. 4, 15 വയസ്സ് പൂർത്തിയായ ഓരോരുത്തർക്കും അവരുടെ ആധാർ കാർഡ് പുതുക്കാനുള്ള അവസരം ലഭ്യമാണ്. ഓക്കെ, ഇനി ആധാറിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വേറെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മുഴുവനായിട്ട് സൂക്ഷിച്ചൊക്കെ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അക്ഷയയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എടുത്തു വെക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് ഒരു മൊബൈൽ കൊണ്ടുവരണം, കാരണം 2 പ്രാവശ്യം OTP വരാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും മൊബൈൽ കൊണ്ടുവരിക. അപ്പോൾ OTP കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല, വിളിച്ചിട്ട് കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ തന്നെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ കിട്ടണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ